അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചക്ക കിട്ടി കേട്ടോ. ഇതിൻ്റെ മുന്നേ കിട്ടിയത് പഴുത്ത ചക്കയായിരുന്നു. ഇന്നൊരു പച്ച ചക്ക, അത്യാവശ്യം വലിയൊരു ചക്ക കേട്ടോ. അത് അച്ഛന് വീടിൻ്റെ അടുത്തുള്ള ഒരാൾ കൊടുത്തതാണേ. അധികം ഞങ്ങളിത് കിട്ടിയ എരിശ്ശേരി പോലെയാണ് വെക്കില്ല. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടിയും കഴിക്കാം, വെറുതെയും കഴിക്കാം. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ചോറിന് കൂട്ടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ച ആ കറിയൊന്നും ചിലവാവില്ല, ഇത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ പിന്നെ ഉച്ചരിഞ്ഞിട്ട് ചായക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഉണ്ടാക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ ഒന്ന് പിന്നാക്കം നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വൃത്തിയാക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എല്ലാം ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. ഞങ്ങൾ ഈ കത്തി മടകളൊക്കെ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക ചെയ്യാം കേട്ടോ. ചക്കയുടെ വേവ് അറിയാതെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടോ. ഞങ്ങൾ കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചക്ക എരിശ്ശേരിയല്ല ഉപ്പേരിക്കല്ലാത്ത പരുവത്തിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉപ്പേരി വറുത്തിടുമ്പോൾ ഞങ്ങൾ ഉണക്കമുളക് നന്നായിട്ട് കൂടുതൽ പൊടിച്ച് വറുത്തിടും കേട്ടോ. കുറച്ച് തേങ്ങയും കൂടിയിട്ട് മൂപ്പിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കട്ടൻ ചായയും കൂടിയിട്ട് എത്ര വേവ് കൂടിയാലും അതൊരു രസമാണ്.